അടുത്തിടെ റവല്യൂഷണറി ഗാർഡിനെ തീവ്ര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് യൂറോപ്യൻ യൂണിയൻ. 2025-26 സീസൺ മുതൽ ഐ ലീഗ് അറിയപ്പെടാൻ പോകുന്ന പേര് അത് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ്. അടുത്തിടെ ഗിഗ് വർക്കർ വെൽഫെയർ ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. മണിപ്പൂർ വംശീയ കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ കമ്മിറ്റി ഏതാണ്? അത് ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മിറ്റി. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ ശാസ്ത്രജ്ഞ അത് ഡോക്ടർ ടെസി തോമസ്. അഗ്നി 4, 5 തുടങ്ങിയ മിസൈലുകളുടെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. വൈലി റിസർച്ച് ഹീറോസ് പ്രൈസ് 2025 നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് ഡോക്ടർ ചന്ദ്രകാന്ത് ലഹാരിയ. ഇന്ത്യയിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടപ്പാക്കിയ ജില്ലാതല ഗവൺമെന്റ് ആശുപത്രി ഏതാണ്? അത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. സമഗ്ര നഗര നയം കോംപ്രിഹെൻസീവ് അർബൻ പോളിസി അത് നടപ്പാക്കാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്.